വയനാട് MP പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ആരോപണം. പ്രിയങ്കയുടെ വിജയം റദ്ദ് ചെയ്യണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. ആസ്തി വിവരങ്ങളും കേസുകളുടെ വിവരങ്ങളും പ്രിയങ്ക ഗാന്ധി മറച്ചുവെച്ചുവെന്ന് പരാതി നൽകിയ നവ്യ ഹരിദാസ്. ദേശീയ ശ്രദ്ധയിലേക്ക് വീണ്ടും വയനാട്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച നവ്യ ഹരിദാസ് ആണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രിയങ്ക നൽകിയെന്ന ആരോപണമാണ് നവ്യയും BJP നേതൃത്വവും ഉയർത്തിയിരിക്കുന്നത്. തങ്ങളുടെ വാദഗതികൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞാൽ അത് പ്രിയങ്ക ഗാന്ധിക്ക് വൻ തിരിച്ചടിയായി മാറും. അങ്ങനെ വന്നാൽ ലോക്സഭാ അംഗത്വമടക്കം പ്രിയങ്കയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല താനും. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരങ്ങളും കേസുകൾ സംബന്ധിച്ച വിവരങ്ങളും തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടർമാരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തതെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ നവ്യ ഹരിദാസ് ആരോപിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്ക് 4,24,78,689 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭർത്താവ് റോബർട്ട് വദ്രയ്ക്ക് 37,91,47,432 കോടിയുടെ ആസ്തിയുണ്ടെന്നും രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ 1.15 കോടി രൂപയുടെ സ്വർണം, 29.55 ലക്ഷം രൂപയുടെ വെള്ളി, 2010 കോടി രൂപയുടെ ഭൂസ്വത്ത്, ഹോണ്ട കാർ എന്നിങ്ങനെയാണ് സത്യവാങ്മൂല പ്രകാരമുള്ള മറ്റ് ഭൂസ്വത്തുകൾ. തനിക്ക് 15,70,5,000 രൂപയുടേതും ഭർത്താവിന് 10 കോടി രൂപയുടേതും ബാധ്യതകൾ ഉണ്ടെന്നും പ്രിയങ്ക രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം തെറ്റായ കണക്കുകളാണെന്നാണ് BJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുകയും പ്രിയങ്ക ഉൾപ്പെട്ട കേസുകളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധരിപ്പിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും വിജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് UDF സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തിയത്. 4,04,619 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുകയും ചെയ്തു. ഇലക്ഷൻ സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി BJP നേതൃത്വം അന്ന് തന്നെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കർക്കശ നടപടികളിലേക്ക് അന്ന് നീങ്ങിയില്ല. അതിനെ തുടർന്നാണ് ആധികാരിക രേഖകൾ സംഘടിപ്പിച്ച് നവ്യ ഹരിദാസ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നതും ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കർക്കശ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ചട്ടം. നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ ധരിപ്പിച്ചിട്ടും പരിഗണിക്കാതിരുന്ന വിഷയവുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ BJP തയ്യാറായതിന് പിന്നിൽ ഉന്നതതല നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നത് വ്യക്തവുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ആര് നൽകിയാലും അവർ ശിക്ഷാർഹരാണ്. ആ വിധത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭാംഗത്വം പ്രിയങ്കയ്ക്ക് നഷ്ടമാകും. പ്രിയങ്കയുടെയും റോബർട്ട് വദ്രയുടെയും ആസ്തികൾ സംബന്ധിച്ച് ആധികാരിക രേഖകൾ സംഘടിപ്പിക്കുകയും പ്രിയങ്ക നൽകിയ വിവരങ്ങൾ തെറ്റായിരുന്നുവെന്ന് നീതിപീഠത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ പ്രിയങ്കയുടെ MP സ്ഥാനം നഷ്ടപ്പെടുമെന്നത് ഉറപ്പ്. ആവിധം രേഖകൾ നേടിയെടുക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും BJP നേതൃത്വത്തിന് കഴിയുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്.